കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ആവോളം നുകർന്നുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന യാത്രക്കാരാണ് നമ്മളെല്ലാവരും. ഈ സ്വർഗീയ യാത്രയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വഴികാട്ടിയായി പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ സന്ദേശങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പ്രതീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി സ്വർഗത്തിൻ്റെ സന്ദേശങ്ങളും സ്വർഗത്തിൻ്റെ പ്രതീക്ഷകളും നമുക്ക് പങ്കുവെച്ച് തന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലുള്ള ഓരോ പ്രത്യക്ഷപ്പെടലുകളും സന്ദേശങ്ങളും നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ദൂതുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഓരോ സന്ദേശങ്ങളും ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി നിത്യരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ തീഷ്ണതയോടെ ഒരുങ്ങണം എന്നുള്ള ഒരു തിരിച്ചറിവും പരിശുദ്ധ അമ്മയുടെ ഓരോ സന്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ്. ഇന്ന് വളരെ പ്രധാനമായി പരിശുദ്ധ അമ്മ ജപ്പാനിലെ ഹൊൻഷു ദ്വീപിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അക്കിത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അക്കിത്തയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങൾ പോലെ അല്ല അക്കിത്തയിലെ സന്ദേശങ്ങൾ. ഇവിടെ പ്രകൃത്യാതീതമായ പല സംഭവങ്ങളും നാം കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ വളരെ ശക്തമായ വ്യക്തമായ മുന്നറിയിപ്പുകളുമായാണ് അക്കിത്തയിൽ കടന്നു വന്നത്. 1973 മുതൽ 1981 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അക്കിത്തയിൽ പരിശുദ്ധ അമ്മ ഈ സുപ്രധാന സന്ദേശങ്ങൾ നൽകുന്നത്. അക്കിത്ത എന്ന് പറയുന്ന സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജപ്പാനിലെ ഹൊൻഷു ദ്വീപിന് അടുത്താണ്. ജപ്പാൻ രാജ്യത്ത് ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ രക്തം ചിന്തി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട്
രക്തസാക്ഷിത്വം വഹിച്ച രാജ്യമാണ്. മാറി മാറി വന്ന പല ചക്രവർത്തിമാരും ക്രിസ്ത്യാനികളെ ക്രൂരമായ മതപീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും കൂട്ടം കൂട്ടമായി ക്രിസ്ത്യാനികളെ നാമാവശേഷമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്ത ചരിത്രം ജപ്പാനിൽ നാം കാണുന്നുണ്ട്. ഇപ്രകാരമുള്ള മൃഗീയമായ മതപീഡനത്തിനിടയിലും സത്യദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷത്തെ മുറുകെ പിടിച്ച് ജീവത്യാഗം ചെയ്ത് വിശ്വാസം നഷ്ടപ്പെടുത്താതെ രക്തസാക്ഷികളായി മാറിയ അനേകം ക്രൈസ്തവരുടെ ചുടുനിണമൊഴുകിയ മണ്ണാണ് ജപ്പാനിലെ മണ്ണ്. ഇവിടെയാണ് ഇന്ന് ക്രൈസ്തവ വിശ്വാസം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുക. ഇപ്രകാരം വലിയ ത്യാഗത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഈ മണ്ണിലാണ് വളരെ പ്രത്യേകതകളോടുകൂടി അക്കിത്തയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ലഭിച്ചത്. 1931 മെയ് മാസത്തിൽ കറ്റ്സുക്കോ സസഗാവ എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചു. അവൾ കത്തോലിക്കയായിരുന്നില്ല, ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു. പിന്നീട് തൻ്റെ 19ാമത്തെ വയസ്സിൽ ഒരു ഓപ്പറേഷന് വേണ്ടി നട്ടലിൽ അനസ്തേഷ്യ നൽകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലമായി അവൾ ഒരു തളർവാദ രോഗിയായി മാറി. 19ാം വയസ്സിൽ തളർന്നുപോയ ഈ സഹോദരി തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി വിവിധ ആസ്പത്രികളിൽ ചികിത്സയ്ക്കായിട്ട് കയറിയിറങ്ങി. എന്നാൽ പലയിടങ്ങളിലും കയറിയിറങ്ങിയാലും രോഗസൗഖ്യമൊന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ബുദ്ധമത വിശ്വാസിയായ സസഗാവ ആശുപത്രികളിൽ കയറിയിറങ്ങിയപ്പോൾ ഒരാശുപത്രിയിൽ സസഗാവയെ ശുശ്രൂഷിച്ചത് കത്തോലിക്കയായ ജപ്പാനിലെ ഒരു നേഴ്സായിരുന്നു. കത്തോലിക്കയായ ഈ നേഴ്സിൽ നിന്നും ക്രിസ്തു ആരാണെന്നും ക്രിസ്തുമതം എന്താണെന്നും സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുമൊക്കെ തൻ്റെ ചികിത്സയ്ക്കിടയിൽ സസഗാവ മനസ്സിലാക്കി. യേശുക്രിസ്തുവിനോടൊരു സ്നേഹവും ക്രിസ്തീയ വിശ്വാസങ്ങളോട് ഒരു ആദരവുമൊക്കെ കത്തോലിക്കയായ ഈ നേഴ്സിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളിൽ അവൾ കണ്ടു. അങ്ങനെ ആ പുതിയ വിശ്വാസം അവൾ ഗൗരവത്തോടെ എടുക്കുകയും ആ നേഴ്സിൽ നിന്ന് കിട്ടിയ വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തു. പിന്നീട് 1960 സസഗാവ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് മാമോദീസായിലൂടെ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി സഭയിൽ അംഗമായി മാറി. അങ്ങനെ തൻ്റെ മാമോദീസായിലൂടെ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറിയ സസഗാവ ആഗ്നസ് എന്ന പേര് സ്വീകരിച്ചു. ഇനിയുള്ള ഈ എപ്പിസോഡിലും വരുന്ന എപ്പിസോഡുകളിലൊക്കെ ആഗ്നസ് സസഗാവ എന്നായിരിക്കും നമ്മൾ ഈ മകളെ വിളിക്കുക. അങ്ങനെ പുതിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആഗ്നസ് തീഷ്ണതയോടുകൂടി ആ വിശ്വാസം ജീവിക്കുവാൻ പരിശ്രമിച്ചു. താൻ രോഗിയായിരുന്നുവെങ്കിലും ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകുവാൻ അവൾ പരിശ്രമിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഈ മകളെ നയിക്കുവാൻ തുടങ്ങി. ദൈവാത്മാവിനാൽ പ്രേരിതയായി ഒരു സന്യാസിയായി ജീവിക്കണമെന്ന് ആഗ്നസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ മറിയത്തിൻ്റെ സഹോദരിമാർ എന്നറിയപ്പെടുന്ന സന്യാസ സമൂഹത്തിൽ ആഗ്നസ് അംഗമായി ചേരുന്നു. ഒരു കത്തോലിക്കയായി മാറിയ ശേഷവും ഒരു നവ സന്യാസിയായി മാറിയ ശേഷവുമൊക്കെ രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിലേക്ക് ആഗ്നസ് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ദുരിതപൂർണമായ ജീവിതമാണ് ആഗ്നസിൻ്റെ ജീവിതത്തിൽ
അവൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. 1973 കൊച്ച് സന്യാസിനിയായ ആഗ്നസ് പൂർണ്ണമായി ബധിരയായി മാറി. ഒന്നും കേൾക്കുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ പൂർണ്ണമായ ബധിരത അവളെ ബാധിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ അവസ്ഥയിൽ നിന്ന് ഇനി ഒരിക്കലും ഈ സിസ്റ്ററിന് സൗഖ്യം ലഭിക്കുകയില്ല. അവൾക്ക് ഈ ബധിരത മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അത്രമാത്രം ഇവളുടെ ശരീരത്തിൽ അത് ബാധിച്ചിരിക്കുന്നു. ഇതിനൊരു ചികിത്സയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. പൂർണ്ണ ബധിരയാണെങ്കിലും അവൾക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നു. ആഗ്നസ് സംസാരിച്ചിരുന്നു. മറ്റുള്ളവരുടെ ചുണ്ട് അനങ്ങുന്നത് കണ്ട് ഏതാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ അവൾക്ക് സാധിച്ചിരുന്നു. ഒന്നും കേൾക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ പൂർണ്ണ ബധിരയായി, രോഗിയായി, വലിയ വിഷമത്തോടെ ഈ കോൺവെൻറ്റിൽ അവൾ ജീവിച്ചു. അവളുടെ ആരോഗ്യം ഒന്നിനൊന്നിന് ക്ഷയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ മേലധികാരികൾ അവളെ വിശ്രമിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും ഒരു സ്ഥലത്ത് അവളെ താമസിപ്പിച്ചു. അങ്ങനെ പുതിയ ജോലികളോ ഉത്തരവാദിത്വമോ ഒന്നും നൽകാതെ ഒരു വിശ്രമ ജീവിതം ഈ കൊച്ചു പ്രായത്തിൽ തന്നെ അവൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയുടെയും വിശ്രമത്തിൻ്റെയും ഒരു ജീവിതത്തിലേക്ക് അവൾ കടന്നു ചെല്ലുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ 1973 ജൂൺ മാസം 12 തൻ്റെ കോൺവെൻറ്റ് ചാപ്പലിൽ സ്വകാര്യ ആരാധനയ്ക്ക് വേണ്ടി ആഗ്നസ് കടന്നു ചെല്ലുന്നു. സ്വകാര്യ ആരാധനയ്ക്കായി കോൺവെൻറ്റ് ചാപ്പലിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൾ അവിടെ ഒരു പ്രത്യേകത കാണുകയാണ്. ആ കോൺവെൻറ്റിലെ സക്രാരിയിൽ നിന്നും അസാധാരണമായ ഒരു വലിയ പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നിന്ന് അസാധാരണമായ ഒരു പ്രകാശം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവൾക്ക് തോന്നിയത് നിശ്ചലമായ സ്വർണ്ണ മേഘങ്ങൾക്കിടയിലാണ് ഇവൾ നിൽക്കുന്നതെന്നും അങ്ങനെ നിശ്ചലമായ സ്വർണ്ണ മേഘങ്ങൾക്കിടയിലൂടെ ഈ പ്രകാശം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വലിയൊരു ദിവ്യമായ ഒരു അനുഭൂതി സിസ്റ്ററിന് ലഭിക്കുകയാണ്. അവൾ അവിടെ കമിഴ്ന്നു വീണു. ഏതാണ്ട് 1 മണിക്കൂർ നേരം ഈ പ്രകാശം പരത്തിക്കൊണ്ടിരുന്ന സക്രാരിക്ക് മുമ്പിൽ അവൾ വീണ് കിടന്ന് കുമ്പിട്ട് ആരാധിച്ചു. അപ്പോൾ ആ സമയത്ത് ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഒരു വലിയ സ്നേഹം സിസ്റ്റർ ആഗ്നസിൽ നിറയുകയുണ്ടായി. പിന്നീട് വന്ന 2-3 ദിവസങ്ങളിൽ ഇതേ അനുഭവം തന്നെ സിസ്റ്റർ ആഗ്നസിന് ലഭിച്ചു. അങ്ങനെ ദിവ്യകാരുണ്യത്തോടുള്ള വലിയൊരു സ്നേഹവും ഭക്തിയും ആ നിമിഷം അവളിൽ നിക്ഷേപിക്കപ്പെട്ടു. അങ്ങനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ, ദിവ്യകാരുണ്യ ആരാധനയിൽ വലിയ ആഹ്ലാദം കണ്ടെത്തുവാൻ സിസ്റ്റർ ആഗ്നസിന് സാധിച്ചു. ആ ജൂൺ മാസത്തിലെ തിരുഹൃദയനാഥൻ്റെ തിരുനാൾ ദിവസം ഇതുപോലെയുള്ള മറ്റൊരു അനുഭവം കൂടി സിസ്റ്റർ ആഗ്നസിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായി സിസ്റ്റർ ഇരുന്നപ്പോൾ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന തിരുവോസ്തിയുടെ മുൻപിൽ നിരവധി മാലാഖമാർ കടന്നു വന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്നത് അവൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ അനേകം മാലാഖമാർ കടന്നു വന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്തും
നമ്മൾ തനിച്ചല്ല എന്നും സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്നാണ്, അവരുടെ സാന്നിധ്യത്തിലാണ് ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കുന്നതെന്നുമുള്ള ഒരു ബോധ്യം സിസ്റ്റർ ആഗ്നസിന് ലഭിക്കുകയുണ്ടായി. ആ ഒരു ബോധ്യം ഇന്ന് സിസ്റ്റർ ആഗ്നസ് ലോകത്തിന് മുഴുവനും പങ്കുവെച്ച് നൽകുകയാണ്. ദിവ്യകാരുണ്യ ആരാധനയുടെ പ്രാധാന്യവും ദിവ്യകാരുണ്യ ആരാധനയുടെ നിമിഷത്തിൽ സ്വർഗം മുഴുവനും അവിടെ ഉണ്ട് എന്നും സ്വർഗത്തിലെ മാലാഖമാരുടെ വലിയ സാന്നിധ്യത്തിലാണ് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നതെന്നും സിസ്റ്റർ ആഗ്നസ് തിരിച്ചറിഞ്ഞു. അങ്ങനെ അക്കിത്തയിൽ ദിവ്യകാരുണ്യനാഥനോടുള്ള വലിയൊരു സ്നേഹം ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ രോഗിയായ ഈ സിസ്റ്റർ ആഗ്നസിന് ലഭിക്കുകയും ഒരു ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ ഈ മകൾ കടന്നു പോവുകയും ചെയ്തു. അക്കിത്തയിൽ പിന്നീടുണ്ടായ പ്രകൃത്യാതീത സംഭവങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അക്കിത്തയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപത്തിലൂടെയാണ് സംസാരിച്ചത്. അവിടെ മറ്റ് സ്ഥലങ്ങളിലെ പോലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ സന്ദേശങ്ങൾ നൽകുകയല്ല, മറിച്ച് ആ കോൺവെൻറ്റ് ചാപ്പലിലുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം, ആ സ്വരൂപം ജീവനുള്ളതായി മാറുകയും ഈ അമ്മയുടെ തിരുസ്വരൂപം സംസാരിക്കുകയും ചെയ്തു. ആ തിരുസ്വരൂപമാണ് പല സന്ദേശങ്ങളും കൈമാറിയതും. ഈ തിരുസ്വരൂപത്തിലാണ് പ്രകൃത്യാതീതമായ പല സംഭവങ്ങളും നടന്നത്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ പ്രത്യേകത എന്താണ്? അക്കിത്തയിലെ ഈ സന്യാസിനിമാർ, സിസ്റ്റേഴ്സ്, ആംസ്റ്റർഡാമിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു പിക്ചർ, ഒരു ചിത്രം, സർവ ജനപദങ്ങളുടെയും നാഥയുടെ ചിത്രമാണ് അക്കിത്ത ജപ്പാനിലെ ഈ കോൺവെൻറ്റിൽ സ്ഥാപിക്കുവാനായി സിസ്റ്റേഴ്സ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ആംസ്റ്റർഡാമിലെ സർവ്വ ജനപദങ്ങളുടെയും നാഥയുടെ ആ ചിത്രം ഒരു ഭൂഗോളത്തിന് മുകളിൽ കുരിശിൻ്റെ മുൻപിൽ കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഭൂമിയിലേക്ക് കരങ്ങൾ നീട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രമാണല്ലോ ആംസ്റ്റർഡാമിലെ സർവ്വ ജനപദങ്ങളുടെയും നാഥയുടെ ചിത്രം. ഈ ചിത്രം ക്രിസ്ത്യാനി അല്ലായിരുന്ന ഒരു ജാപ്പനീസ് ശില്പിക്ക് കൊടുത്തിട്ട് സിസ്റ്റേഴ്സ് ഇതുപോലെയുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ഈ ശില്പി സർവ്വജനപദങ്ങളുടെയും നാഥയുടെ ഒരു തിരുസ്വരൂപം ഉണ്ടാക്കി. അങ്ങനെ ആ തിരുസ്വരൂപമാണ് അക്കിത്തയിലെ ദിവ്യകാരുണ്യനാഥൻ്റെ ഈ കോൺവെൻറ്റിൽ ചാപ്പലിൽ സ്ഥാപിച്ചിരുന്നത്. ഈ തിരുസ്വരൂപത്തിൽ പല പ്രത്യേകതകളും പിന്നീട് സംഭവിക്കുവാൻ തുടങ്ങി. ആദ്യം തന്നെ ഈ തിരുസ്വരൂപം കണ്ണുനീർ പൊഴിക്കുവാൻ തുടങ്ങി. 1973 മുതൽ 1981 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 101 പ്രാവശ്യം ഈ തിരുസ്വരൂപം കണ്ണീർ പൊഴിച്ചു. ലോകത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകം പീഡിപ്പിക്കുന്നത് കണ്ട്, വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നത് കണ്ട് മനം നൊന്ത് പരിശുദ്ധ അമ്മ അക്കിത്തയിൽ കരഞ്ഞു. 101 പ്രാവശ്യത്തോളം വിവിധ ദിവസങ്ങളിൽ വിവിധ വർഷങ്ങളിലായി പരിശുദ്ധ അമ്മ കണ്ണുനീർ പൊഴിച്ചു. പിന്നീട് ഇതേ തിരുസ്വരൂപം വിയർക്കുവാൻ തുടങ്ങി. ഈ രൂപത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകുവാൻ തുടങ്ങി. ഈ വിയർപ്പ് തുള്ളികളുടെ പ്രത്യേകത ഇപ്രകാരമായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ വിയർക്കുമ്പോൾ ആ വിയർപ്പ് തുള്ളികൾക്കൊരു ദുർഗന്ധമാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ വിയർപ്പ് തുള്ളികൾക്ക് സ്വർഗീയ സുഗന്ധമായിരുന്നു. ഈ വിയർപ്പ് തുള്ളികൾ പലപ്പോഴും കടന്നു വരുമ്പോൾ സിസ്റ്റർ ആഗ്നസ്
അല്ല മറ്റ് സഹോദരിമാരും അത് ഒപ്പിയെടുത്തിരുന്നു. ഒപ്പുന്ന തുണികളിലും സ്വർഗീയമായ ഒരു സുഗന്ധം വ്യാപിച്ചിരുന്നു. പിന്നീട് ഈ തിരുസ്വരൂപത്തിൽ നിന്ന് രക്തമൊഴുകുവാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, ലബോറട്ടറിയിൽ പരിശുദ്ധ അമ്മയുടെ ഈ തിരുസ്വരൂപത്തിൽ നിന്നൊഴുകിയ രക്തവും ഈ വിയർപ്പും കണ്ണുനീരുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത്ഭുതകരമായ റിസൾട്ടാണ് ലഭിക്കുക. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ കൂടുതലായി നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കും. പിന്നീട് ഈ തിരുസ്വരൂപത്തിൽ കണ്ട മറ്റൊരു പ്രകൃത്യാതീത അനുഭവം, ഈ തിരുസ്വരൂപം സ്വയം പ്രകാശിതമാകുന്നത് അനേകർ കാണുകയുണ്ടായി. ഒരു ലൈറ്റോ ബൾബോ ഒന്നുമില്ലാതെ ഒറ്റത്തടിയിൽ തീർത്ത ഈ സ്വരൂപം ചില സമയങ്ങളിൽ തന്നെ പ്രകാശിക്കുന്നതായിട്ട് പലരും കാണുകയുണ്ടായി. ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയ സിസ്റ്റേഴ്സ് ക്രിസ്ത്യാനി അല്ലായിരുന്ന ഇതുണ്ടാക്കിയ ശില്പിയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞ് അത് പരിശോധനയ്ക്ക് കൊടുത്തപ്പോൾ ഈ ശില്പി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഒറ്റത്തടിയിൽ തീർത്ത രൂപമാണ്. ഞാൻ അതിനിടയിൽ ഒരു കൃത്രിമവും കാണിച്ചിട്ടില്ല. അങ്ങനെ ആ ശില്പി ഇതുണ്ടാക്കിയ രീതി പറഞ്ഞു തരികയും ഒരു കൃത്രിമവും ഈ രൂപത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് മറ്റ് പരിശോധനകളിൽ വ്യക്തമാവുകയും ചെയ്തു. അങ്ങനെ സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടലും സ്വർഗത്തിൻ്റെ അടയാളങ്ങളും ജപ്പാനിലെ അക്കിത്തയിലെ ദിവികാരനാഥൻ്റെ സഭയുടെ ഈ കോൺവെൻറ്റ് ചാപ്പലിൽ ലോകത്തിന് മുഴുവനുമായി പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകുകയുണ്ടായി. ശക്തമായ താക്കീതുകളും മുന്നറിയിപ്പുകളും അക്കിത്തയിൽ പരിശുദ്ധ അമ്മ ഈ രൂപത്തിലൂടെ നൽകിയത് വരുന്ന എപ്പിസോഡുകളിൽ വ്യക്തമായി നാം കാണും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒന്ന്, നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. സസഗാവ ആശുപത്രി രോഗിയായി എത്തിയപ്പോൾ ഒരു കത്തോലിക്ക നേഴ്സ് അവളുടെ ഈ മിഷണറി ശുശ്രൂഷ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പങ്കുവെച്ചതുകൊണ്ടാണ് പിന്നീട് സസഗാവയ്ക്ക് വിശ്വാസ ജീവിതത്തിലേക്ക്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും മാമോദീസയുടെ സഭയിൽ അംഗമാകുവാനും ഒരു സന്യാസിനിയായി ജീവിക്കുവാനുമൊക്കെ സാധിക്കുക. ആ നേഴ്സ് ഈ യുവതിയുടെ ആത്മാവിനെ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജോലി സമയത്ത് സുവിശേഷം പങ്കുവെച്ച് നേടുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കത്തോലിക്കരായ നേഴ്സുമാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മതസ്ഥരായ പ്രിയ സഹോദരങ്ങളോടൊപ്പം കത്തോലിക്കരായ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോഴൊക്കെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പങ്കുവെച്ച് നൽകുവാനും യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്ന ദൈവമാണെന്നും യേശുക്രിസ്തു ലോകത്തുള്ള സകല ജനങ്ങളുടെയും രക്ഷകനാണെന്നുമുള്ള സന്ദേശം നമ്മളിലൂടെ ഇന്ന് ലോകത്ത് പലരും അറിയപ്പെടണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. ഞാനിന്ന് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരുമായി പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് പങ്കുവയ്ക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വവും നമുക്ക് സ്വർഗം നൽകിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇന്ന് അക്കിത്തയിൽ നിന്ന് ലഭിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവികാരുണ്യ ആരാധനയുടെ പ്രത്യേകതയും ശക്തിയും അക്കിത്തയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സാധിക്കുമ്പോഴൊക്കെ ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കടന്നു ചെന്ന് ഈശോയെ ആരാധിക്കുന്ന ദിവികാരുണ്യത്തിൻ്റെ മക്കളായി നമ്മൾ മാറണമെന്നുള്ള ഒരു തിരിച്ചറിവും അക്കിത്തയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ
അത്ഭുതകരമായ ഇടപെടലിലൂടെ ജപ്പാനിലെ രക്തസാക്ഷികളുടെ ചുടുതിണത്താൽ കുതിർന്ന മണ്ണിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകിയിരിക്കുന്ന അക്കിത്തയുടെ വലിയ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വരുന്ന എപ്പിസോഡുകളിൽ കൂടുതലായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് തയ്യാറെടുക്കാം. ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെയും, നമുക്കുള്ള സർവ്വതിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബോൺ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടുമൊപ്പം, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.